പത്തനംതിട്ട ജില്ലയിലെ വിദ്യാർത്ഥികളിൽ പലരും അന്താരാഷ്ട്ര മത്സരവേദിയിലാണ്. അവർ മാറ്റുരയ്ക്കുന്ന ഇനം റോളർ സ്കേറ്റിംഗ്. വള്ളിക്കോട് സ്വദേശികളായ സഹോദരിമാർ ഇതേ മേഖലയിൽ നേട്ടങ്ങൾ കൊയ്ത് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിയവരാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് രണ്ടുപേരും ഒരേ മേഖലയിൽ ഒരേ ഇഷ്ടം വന്നത് എങ്ങനെയാണ്? ആദ്യം അമ്മ എന്നെ കൊറോണ സമയത്ത് എന്നെയായിരുന്നു ആദ്യം കൊണ്ട് ചേർപ്പിച്ചത്. പിന്നെ എൻ്റെ ചേച്ചിക്ക് ആഗ്രഹം തോന്നി, ചേച്ചിയും ചേർപ്പിച്ചു. പിന്നെ ഇവളെയും. ഈ പ്രായത്തിൽ രാജ്യത്തിന് വേണ്ടിയാ പങ്കെടുക്കുന്നത്, എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. നല്ല 2026 തായ്വാനിൽ വെച്ച് നടന്ന ആർട്ടിസ്റ്റിക് റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ നേട്ടങ്ങൾ സ്വന്തമാക്കി. റോളർ സ്കേറ്റിംഗിലെ ഇനങ്ങൾ പലതാണ്. പെയർ സ്കേറ്റിംഗ്, കപ്പിൾ ഡാൻസ് വിഭാഗങ്ങളിൽ മത്സരിക്കണമെങ്കിൽ ഒപ്പം കൂട്ടുവേണം. കൂട്ടാളികളും ഒരേ നാട്ടുകാർ. ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? മുന്നോട്ട് ഇനി കുറേ രാജ്യത്ത് പോയി മെഡൽ മേടിക്കണം. ഇനിയാണെങ്കിൽ 2027 ഇത് വരുന്നുണ്ട്, ഏഷ്യൻ ഗെയിംസ് അങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഡിസംബറിൽ നാഷണൽസ് ഓരോന്നും വരുന്നുണ്ട്. ഐസ് സ്കേറ്റിങ്, ജൂലൈ മാസത്തിൽ ഐസ് സ്കേറ്റിങ്ങിൻ്റെ മത്സരമൊക്കെ ഉണ്ട്. അപ്പം അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു. നേട്ടത്തിൻ്റെ അഭിമാനത്തിൽ പരിശീലനം നൽകിയ റോളർ സ്കേറ്റിംഗിലെ ജൂനിയർ ലോക ചാമ്പ്യൻ അഭിജിത്ത് അമൽരാജ് എന്ന ഗുരുവിനെയാണ് പ്രതിഭകൾ നന്ദിയോടെ ഓർക്കുന്നത്. ഈ പ്രായത്തിൽ തന്നെ രാജ്യത്തിനായി നേട്ടം കൊയ്തതിൽ മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്കും അഭിമാനം. കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഇഷ്ടം അവരുടെ കൂടെ നിൽക്കുന്ന പേരൻസാണ് ഞങ്ങൾ മിക്കവരും. അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കാനാണ് കൂടുതലും നോക്കുന്നത്. പിന്നെ അവരെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കറിയാം, സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പുറകോട്ട് അവരെ വലിക്കാൻ ശ്രമിക്കത്തില്ല. റോളർ സ്കേറ്റിംഗിലേക്ക് ഇറങ്ങി തിരിച്ചവർ സാധ്യതകൾ കണ്ടെത്തുകയാണ്, നാടിനായി നേട്ടം കൊയ്യുകയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. തുടക്കത്തിൽ 2 മിടുക്കികളെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മിടുക്കികളുടെ മിടുക്കന്മാരുടെ ഒരു വലിയ നിര തന്നെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ രാഹുലെ അമ്മമാരുടെ അച്ഛനും അമ്മമാരുടെയൊക്കെ വലിയ പിന്തുണ, കുട്ടികളും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു കൂട്ടമായി ഇങ്ങനെ ഒരു സ്പോർട്സിൽ ഇത്ര താല്പര്യത്തോട് വരുന്നതും ഒരു രസമുള്ള കാഴ്ചയാണ്. ഈ സ്റ്റോറിയുടെ ആകെ മൊത്തം ഉള്ള ആ ഒരു കണ്ടന്റ് തന്നെയാണ് ഏറ്റവും കൗതുകകരമായി തോന്നുന്നത്. കാര്യം ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റോളർ സ്കേറ്റിങ്ങിന് അന്തർദേശീയ തലത്തിലേക്ക് പോയി മെഡലുകൾ നേടിയ പ്രണവിനെ പറ്റിയൊരു വാർത്ത ചെയ്തത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ റോളർ സ്കേറ്റിങ്ങിനോട് പ്രത്യേക താല്പര്യം, ഒരു പ്രിയം ആളുകൾക്കുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യം വന്നത്. അതിൽ 4 പേർ ഒരു സ്ഥലത്ത് നിന്ന് 4 പേർ, ഒരാൾ വി കോട്ടയം എന്ന സ്ഥലമാണ്, തൊട്ട് അടുത്തുള്ള പ്രദേശമാണ്. അപ്പോൾ 4 പേർ ഈ പറയുന്നത് പോലെ പരിചയക്കാർ, സുഹൃത്തുക്കൾ, അതിൽ 2 സഹോദരിമാർ എന്ന് പറയുമ്പോൾ ഈ റോളർ സ്കേറ്റിംഗ് എന്ന് പറയുന്ന ആ ഇനത്തോട് എങ്ങനെ ഇഷ്ടം തോന്നിക്കാണുമെന്ന കൗതുകമാണ് വാർത്തയിലേക്ക് നയിക്കുന്നത്. അപ്പോഴാണ് ഈ പരിശീലകനെ പറ്റി അറിയുന്നത്. അപ്പോൾ അഭിജിത്ത് അമൽരാജ് എന്നാണ് പേര്. നമ്മളും മാതൃഭൂമി പലതവണ വാർത്ത കൊടുത്തതാണ്. അപ്പോൾ സ്വന്തമായൊരു വഴി കണ്ടെത്തുന്നു. ആ വഴിയുടെ സാധ്യതകൾ അത് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആ മേഖലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വഴികാട്ടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വഴികാട്ടി എങ്ങനെയാണോ വഴികാട്ടി തൻ്റെ ഫലമാണിപ്പോൾ ഈ സ്റ്റോറി കാണുന്നത്. അദ്ദേഹം മാത്രമല്ല, ഒപ്പം പലരും ഉണ്ട് ഈ പരിശീലന കേന്ദ്രവും പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും കുട്ടികളെല്ലാം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യക്കായി മെഡൽ നേടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പലർക്കും അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിഷ്കളങ്കമായാണ് ഈ കുട്ടികൾ പലരും മറുപടി പറയുന്നത്. അപ്പോൾ ഈ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ശോഭനമാകും എന്നുള്ള സംശയമില്ല. കാരണം ഈ പ്രായത്തിൽ അവർ ഈ സ്വർണം ഉൾപ്പെടെയുള്ള മെഡലുകൾ നേടി അതിൻ്റെ ചിത്രങ്ങളും അവർക്കായി കൈയടിക്കുന്ന ഈ അന്തർദേശീയ തലത്തിലുള്ള ഈ കാഴ്ചക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാവി ശോഭനമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനായി അവരുടെ ഇഷ്ടത്തിന്, അവരുടെ പുതിയ ഇഷ്ടം, നമുക്ക് ഈ കേൾക്കുമ്പോൾ അപരിചിതമാണ് എന്ന് തോന്നുന്ന ഒരു ഇഷ്ടത്തിലേക്ക് ധൈര്യപൂർവ്വം നടക്കാൻ ഒപ്പം നടന്ന മാതാപിതാക്കളും ഈ പറയുന്നത് പോലെ അഭിനന്ദനം. റോളർ സ്കേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മറ്റ് പല വിദേശ രാജ്യങ്ങളുമാണ് അതിലൊക്കെ വലിയ ശക്തികളായിട്ടുള്ളത്. പക്ഷെ അതിലേക്ക്
നമ്മുടെ കേരളത്തിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഒരു കൂട്ടം കുട്ടികൾ ഇറങ്ങിയാണ്. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും, പുതിയ പുതിയ വിജയങ്ങൾ അവർക്ക് വേഗം എത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി രാഹുലെ.